ഹലോ, വെൽക്കം ടു മാഡിയ ക്ലാസ്സസ്. നിങ്ങൾക്കെല്ലാം അറിയാമോ, നമ്മുടെ ഇന്ത്യയിൽ 28 സ്റ്റേറ്റ്സ്, അതായത് 28 സംസ്ഥാനങ്ങളും 8 യൂണിയൻ ടെറിട്ടറീസ്, അതായത് 8 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉണ്ടെന്ന്. നമുക്ക് ഈ സംസ്ഥാനങ്ങളുടെ പേരും അതിന്റെ തലസ്ഥാനങ്ങൾ, അതായത് ക്യാപിറ്റൽ സിറ്റി ഒക്കെ ഒന്ന് ഒരുമിച്ച് നോക്കിയാലോ? അപ്പൊ വരൂ, താഴെ നിന്ന് മേലേക്ക് ഒരു ഓർഡറിൽ പോവാം. ആദ്യമായി കേരള. കേരളത്തിന്റെ തലസ്ഥാനം ഏതാ? തിരുവനന്തപുരം. അടുത്തത് തമിഴ്നാടു. തമിഴ്നാടുവിന്റെ ക്യാപിറ്റൽ സിറ്റിയാണ് ചെന്നൈ. അടുത്തത് കർണാടക. കർണാടകയുടെ ക്യാപിറ്റൽ സിറ്റിയാണ് ബാംഗ്ലൂരു. ഇനി ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനം അമരാവതി. തെലങ്കാന. തെലങ്കാനയുടെ ക്യാപിറ്റൽ സിറ്റിയാണ് ഹൈദരാബാദ്. ഇനി ഇവിടെ ചെറിയൊരു സ്റ്റേറ്റ് കണ്ടില്ലേ? ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സ്റ്റേറ്റ് ആണ് ഗോവ. ഗോവയുടെ ക്യാപിറ്റൽ സിറ്റിയാണ് പനാജി. ഗോവ കഴിഞ്ഞ് തൊട്ടുമേലെ മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയുടെ ക്യാപിറ്റൽ സിറ്റിയാണ് മുംബൈ. മുംബൈ കഴിഞ്ഞിട്ട് ഇവിടെ ഗുജറാത്ത്. ഗുജറാത്തിന്റെ ക്യാപിറ്റൽ സിറ്റിയാണ് ഗാന്ധിനഗർ. ഗുജറാത്തിന്റെ തൊട്ട് മുകളിലായിട്ട് വരുന്ന സ്റ്റേറ്റ് ഏതാണ്? രാജസ്ഥാൻ. രാജസ്ഥാനിന്റെ തലസ്ഥാനമാണ് ജയ്പൂർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റേറ്റ് ആണ് രാജസ്ഥാൻ. ഇതിനുശേഷം സെൻട്രലായിട്ട് ഇന്ത്യയിലെ കറക്റ്റ് നടുക്കായിട്ട് വരുന്ന സ്റ്റേറ്റ് ആണ് മധ്യപ്രദേശ്. മധ്യപ്രദേശിന്റെ ക്യാപിറ്റൽ സിറ്റിയാണ് ഭോപ്പാൽ. മധ്യപ്രദേശിന്റെ തൊട്ടടുത്തുള്ള ഈ ഒരു സ്ഥലം അതാണ് ഛത്തീസ്ഗഡ്. ഒരു കാലത്ത് അത് മധ്യപ്രദേശിന്റെ ഭാഗമായിരുന്നു. അത് ഡിവൈഡ് ചെയ്തിട്ട് ഛത്തീസ്ഗഡ് എന്ന സംസ്ഥാനമായി മാറി. ഛത്തീസ്ഗഡിന്റെ ക്യാപിറ്റൽ സിറ്റിയാണ് റായ്പൂർ. അതിന്റെ തൊട്ടടുത്ത് ഒഡീഷ. ഒഡീഷയുടെ ക്യാപിറ്റൽ സിറ്റി ഭുവനേശ്വർ. ഒഡീഷയുടെ മേലെ ഇങ്ങനെ പരന്ന് കിടക്കുന്ന ഇതാണ് വെസ്റ്റ് ബംഗാൾ. വെസ്റ്റ് ബംഗാളിന്റെ തലസ്ഥാനമാണ് കൊൽക്കത്ത. ഇനി വെസ്റ്റ് ബംഗാളിന്റെയും ഒഡീഷയുടെയും ഛത്തീസ്ഗഡിന്റെയും ഒക്കെ മുകളിലായിട്ടുള്ളതാണ് ഝാർഖണ്ഡ്. ഝാർഖണ്ഡിന്റെ തലസ്ഥാനമാണ് റാഞ്ചി. ഝാർഖണ്ഡിന്റെ തൊട്ടു മുകളിൽ ഇതാണ് ബീഹാർ. ബീഹാറിന്റെ തലസ്ഥാനം പട്ന. ഇനി അതിന്റെ തൊട്ടടുത്തായിട്ട് വേറൊരു വലിയ സ്റ്റേറ്റ് ഉണ്ട്. ഇതാണ് ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലാണ് നമ്മുടെ ഇന്ത്യയുടെ അഭിമാനമായിട്ടുള്ള താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത്. ഇത് കഴിഞ്ഞിട്ട് മുകളില് ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡ് ഹിമാലയത്തിന്റെ ഒക്കെ തൊട്ടടുത്താണ്. ഇതിന്റെ ക്യാപിറ്റൽ സിറ്റിയാണ് ദെഹ്റാദൂൺ. അതിന്റെ തൊട്ടടുത്തുള്ളത് ഹിമാചൽ പ്രദേശ്. ക്യാപിറ്റൽ സിറ്റിയാണ് ഷിംല. അടുത്തത് പഞ്ചാബ്. പഞ്ചാബിന്റെ ക്യാപിറ്റൽ സിറ്റി ചണ്ഡീഗഡ്. ഹരിയാന. ഹരിയാനയുടെയും ക്യാപിറ്റൽ സിറ്റി ചണ്ഡീഗഡ് തന്നെയാണ്. എന്നാൽ ഹരിയാനയുടെ മെയിൻ അഡ്മിനിസ്ട്രേഷൻ ഒക്കെ നടക്കുന്നത് ഗുരുഗ്രാം അല്ലെ ഗുഡ്ഗാം എന്നൊക്കെ പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഹരിയാനയുടെയും പഞ്ചാബിന്റെയും ഷെയർഡ് ക്യാപിറ്റൽ ആയിട്ടുള്ള ചണ്ഡീഗഡ് ഈ ഒരു ഏരിയയിലാണ് വരുന്നത്. എന്നാൽ ഈ ചണ്ഡീഗഡ് ഒരു യൂണിയൻ ടെറിട്ടറിയാണ്, ഒരു കേന്ദ്രഭരണ പ്രദേശമാണ്. അടുത്തത് നമുക്ക് നോർത്ത് ഈസ്റ്റിലേക്ക് പോകാം. ഈ ഒരു സൈഡിൽ ഇവിടെ വരുന്ന ഈ സ്റ്റേറ്റ്സിനെയാണ് നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. അതിൽ ആദ്യത്തെ സ്റ്റേറ്റ് ആണ് സിക്കിം. സിക്കിമിന്റെ ക്യാപിറ്റൽ സിറ്റിയാണ് ഗാംഗ്ടോങ്. അതിനുശേഷം ആസാം. ആസാമിന്റെ ക്യാപിറ്റൽ സിറ്റി ദിസ്പൂർ. അതിനുശേഷം ഏറ്റവും എൻഡില്, റൈറ്റ് മോസ്റ്റ് എൻഡിലുള്ള സ്റ്റേറ്റ് ആണ് അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശിന്റെ ക്യാപിറ്റൽ സിറ്റിയാണ് ഇറ്റാനഗർ. അത് കഴിഞ്ഞ് അതിന്റെ തൊട്ട് താഴെ വരുന്നതാണ് നാഗാലാൻഡ്.
നാഗാലാൻഡിന്റെ ക്യാപിറ്റൽ സിറ്റിയാണ് കൊഹിമ. അതിന്റെ തൊട്ട് താഴെ മണിപ്പൂർ. മണിപ്പൂരിന്റെ ക്യാപിറ്റൽ സിറ്റിയാണ് ഇംഫാൽ. അതിന്റെ തൊട്ട് താഴെ മിസോറാം. മിസോറാമിന്റെ ക്യാപിറ്റൽ ഐസോൾ. അതിന്റെ ലെഫ്റ്റില്, താഴത്തെ 2 പോർഷനില് ലെഫ്റ്റിലുള്ളത് ത്രിപുര. ത്രിപുരയുടെ ക്യാപിറ്റൽ സിറ്റിയാണ് അഗർത്തല. അത് കഴിഞ്ഞിട്ട് അതിന്റെ തൊട്ട് മുകളില് ഒരു സ്റ്റേറ്റും കൂടി വരുന്നുണ്ട്, അതാണ് മേഘാലയ. മേഘാലയയുടെ ക്യാപിറ്റൽ സിറ്റിയാണ് ഷില്ലോങ്. ഇപ്പൊ നമ്മള് 28 സ്റ്റേറ്റ്സിന്റെ പേരുകൾ പറഞ്ഞല്ലോ. ഇതില് എത്ര പേരുകള് നിങ്ങൾക്ക് അറിയാം? ഏതൊക്കെ നിങ്ങൾക്ക് ലൊക്കേറ്റ് ചെയ്യാൻ അറിയാം? ഇത് സ്വയം ഒന്ന് നോക്കാതെ പറഞ്ഞു നോക്കുക, എവിടെയാണെന്ന് ഓർത്ത് നോക്കുക, എന്നിട്ട് അത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യുക. ഇനി 8 യൂണിയൻ ടെറിട്ടറി കൂടി വരുന്നുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് നോക്കാം. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.